വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എൻ്റെ കൃഷ്ണ, നിനക്ക് ഇനി എന്നെ പരീക്ഷ മതിയായില്ലേ? നിനക്കറിയില്ലേ എൻ്റെ അവസ്ഥ? ആ സഞ്ജയ്ക്കാരനുള്ള ജോലിയും പോയി. എന്തിനാ എന്നെങ്ങനെ വേദനിപ്പിക്കുന്നേ? ഇനിയെങ്കിലും ഈ പരീക്ഷണം നിർത്തിക്കൂടെ? നിറമിഴികളോടെ വൈകാശി തൊഴുകൈയോടെ കള്ളക്കണ്ണൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ നിന്നും തൻ്റെ പരിഭവവും പരാതിയൊക്കെ ഇറക്കി വെച്ചു. ആഹാ, മോള് വന്നോ? ഞാൻ കരുതി ഇത്രയും നേരായ സ്ഥിതിക്ക് ഇന്നിനിങ്ങോട്ട് വരവുണ്ടാകില്ലെന്ന്. തിരുനടയിൽ നിന്നും പ്രസാദവുമായി ഇറങ്ങി വന്ന് പൂജാരി അവളെ കണ്ട് ചിരിയോടെ പറഞ്ഞു. അങ്ങനെ വരാതിരിക്കോ ഞാൻ? ഇത്രയെങ്കിലും മനസ്സിന് ആശ്വാസം ലഭിക്കുന്നത് ഈ തിരുനടയിൽ വന്ന് നിൽക്കുമ്പോഴാണ്. എല്ലാം ഞാൻ അറിഞ്ഞു കുട്ടിയെ. ആ, നിനക്കും വരൊരു നല്ല കാലം. എനിക്ക് ആ നല്ല കാലം വരണേലേ ആ സഞ്ജയ് ഈ നാട് വിട്ട് പോണം. വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഭഗവാൻ കൈവിടില്ല. തിരുമേനിയുടെ വാക്കിന് അവളൊന്ന് പുഞ്ചിരിച്ച് പ്രസാദവും വാങ്ങി വേഗം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ആൽമരത്തിന്റെ അടുത്തേക്ക് നടന്നു. എന്റെ ചേച്ചി, വേഗം വാ, ഇപ്പൊ തന്നെ വൈകി. ബിച്ചു കയ്യിലെ വാച്ചിലേക്ക് നോക്കി നടന്ന ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വൈകാശിയെ നോക്കി വിളിച്ചു പറഞ്ഞു. വരുവാടാ, നിനക്കെന്താ എന്റെ കൂടെ ഉള്ളിലേക്ക് വന്ന? എന്നിങ്ങനെ പുറത്ത് നിൽക്കണോ? അവൾ കള്ളപ്പരിഭവത്തോട് അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ പാൽക്കുപ്പികൾ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. എനിക്കിതിലൊന്നും വിശ്വാസമില്ല ചേച്ചിക്ക് അറിയില്ലേ? അവൻ സൈക്കിളൊന്നി മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ആ പിന്നെ ചേച്ചി, ആ രാമേട്ടന് ഇന്നും പാലിന് കാശ് തന്നിട്ടില്ല. ചേച്ചി കാണുമ്പോൾ ഒന്നും കൂടി ചോദിച്ചു നോക്ക്. പിന്നെ ആ വക്കീലിന്റെ കാശ് കിട്ടിയേ? അവൻ നടത്തുന്നെത്തി ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. നീ ഇത് വെച്ചോ, റെക്കോർഡ് വാങ്ങാൻ നീ കാശ് ചോദിച്ചില്ലായിരുന്നോ? പാറ്റ് തീർത്ത് ചിലപ്പോൾ കയ്യിൽ ബാക്കി കാണില്ല. അവൾ കയ്യിലുള്ള നോട്ടിൽ നിന്നും കുറച്ചെടുത്ത് അവന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു. വൈകാശി. വിളി കേട്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കാണുന്നത് തങ്ങളുടെ നേരെ നടന്നു വരുന്ന സുമുഖനായ ചെറുപ്പക്കാരനെയാണ്. ഡേ ചേച്ചി, ഈ ചേച്ചിയുടെ ഹർഷേട്ടൻ വരുന്നു. ബിച്ചു പറഞ്ഞത് കേട്ട് അവനെ ഒന്ന് കണ്ണിലിട്ട് നോക്കിയതും ചെക്കൻ എന്നെ നോക്കി വിളിച്ചു കാട്ടി അവിടുന്ന് പോയിരുന്നു. ആ, എന്ത് പോക്കാടേത്? എന്താ ചേട്ടാ, എന്താ കാര്യം? എന്റെ വൈകെ, താനെന്താടെ ഇങ്ങനെ? ഒന്നുമില്ല, എത്ര കാലമായി ഞാൻ നിന്നെ. മതി ഹർഷേട്ടാ, അന്ന് പറഞ്ഞത് എനിക്ക് ഇന്നും പറയാനുള്ളൂ. ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന എന്നെപ്പോലെ ഒരാള് ഹർഷേട്ടന് ശരിയാവില്ല. ഇനി ഇത് പറഞ്ഞെന്റെ പിറകെ വരരുത് പ്ലീസ്. ഉള്ളിലെ കുഞ്ഞൊരിഷ്ടം മനഃപൂർവ്വം മറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കാരണം ഒരിക്കലും ഇത് നടക്കില്ലെന്ന് തനിക്കറിയാം. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഈ ഹർഷനുള്ളതാണ്ടി. അതിനി ഒരു മാറ്റമില്ല. തന്നോട് അത്രയും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് പോകുന്ന പെണ്ണിനെ നോക്കി മീശ മുറുക്കി ഇളം പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു. എന്നാലും ചേച്ചി, പാവണ്ട ഹർഷേട്ടനെ ഇങ്ങനെ പുറകെ നടത്തിക്കണോ? ഒന്ന് എസ് പറഞ്ഞൂടെ? ടാ, മിണ്ടാതെ നടക്കടാ, അവൻ്റെ ഒരു ഹർഷേട്ടൻ. ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാ നീ എൻ്റെ നാട്ടി മേടിക്കുവേ. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഇരുവരും വേഗം അവരുടെ കുഞ്ഞു വീട്ടിലെത്തിയിരുന്നു. നീ ഇത്ര നേരത്തെ എങ്ങോട്ടാ അമ്മ പോകുന്നേ? അവര് വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ കാണുന്നത് വേഗം നോക്കി മുഖവും വീർപ്പിച്ച് ഇറങ്ങി വരുന്ന അമ്മുവിനെയാണ്. എന്റെ ചേച്ചി, ആ കാലൻ സാറിന്ന് മോർണിംഗ് ക്ലാസ് വെച്ചിട്ടുണ്ട്. രാവിലെ അയാളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വയ്യെന്ന് കരുതി ഞാൻ പോകില്ലെന്ന് പറഞ്ഞപ്പോ അമ്മ മടൽ വെട്ടി തല്ലൊന്ന് പറഞ്ഞു. ഈ കുഞ്ഞേച്ചിയുടെ മടി പിടിച്ച സ്വഭാവം കൊണ്ടാ ആ സാർ എപ്പോഴും വഴക്ക് പറയുന്നത്. അതിന് നീ എന്റെ ക്ലാസ്സിലാണോടാ? നീ നിന്റെ കാര്യം നോക്കി പോടാ. നീ പൊടി മടിച്ചിപ്പാറും. വിച്ചാപ്പ വേണ്ട, മതി, രണ്ടും നിർത്ത്. അമ്മു, നീ പോവാൻ നോക്ക്. അല്ല, അമ്മ എന്തീ? അമ്മ അച്ഛനും മരുന്നും ഭക്ഷണം കൊടുക്കുക. അതും പറഞ്ഞവൾ വിച്ചുവിനെ നോക്കി ഒരു ലോഡ് പൂച്ചം വാരി വിതറി ആരോടൊക്കെയുള്ള ദേഷ്യം തീർക്കും പോലെ ബാഗ് ഒന്നുകൂടെ തോളിലേക്ക് വലിച്ചിട്ട് പോയതും അവൾ കയ്യിലെ പ്രസാദവും കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. അച്ഛൻ്റെ റൂമിലേക്ക് കയറിയപ്പോഴേ കണ്ടു അടുത്ത വീട്ടിലെ ആകാശവാണി ബിന്ദുവാനിയിൽ നിന്നും മറിഞ്ഞതും ഞങ്ങളെ വീട്ടിലെ കോഴിക്ക് കുഞ്ഞു വിരിഞ്ഞതും പശുവിന് 1 ലിറ്റർ പാല് കുറഞ്ഞതും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഉത്സാഹത്തോടെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്ന അമ്മയെ. അച്ഛനതെല്ലാം കേട്ട് മൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അമ്മ നിടുന്ന ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. പ്രായത്തെയും വിധിയെയും തോൽപ്പിച്ച് ഇപ്പോഴും മകമൊഴിഞ്ഞ് പ്രണയിച്ച് പരസ്പരം താങ്ങും തണലുമായി നടക്കുന്ന 2 പേർ. ശരീരത്തിനാണ് പ്രായം ബാധിക്കുന്നത്, പ്രണയത്തെ ഒരിക്കലും പ്രായം ബാധിക്കുന്നില്ലെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങൾക്കൊന്നും അത്ഭുതമാണിവർ. അച്ഛൻ്റെയും അമ്മയുടെയും ലവ് മാരേജ് ആയിരുന്നു. അച്ഛനൊരു അനാഥനായിരുന്നു. അച്ഛനെ സ്നേഹിച്ചു എന്നൊറ്റ കാരണത്താൽ അമ്മയുടെ ഏട്ടൻ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നീട് അവരൊന്നും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ അമ്മയുടെ ഏട്ടൻ്റെ മകനായ ആ സഞ്ജയ് ഒരു ശല്യമായി കൂടെ തന്നെയുണ്ട്. കള്ളും കഞ്ചാവും പെണ്ണും അടിയും വഴക്കുമായി നടക്കുന്ന അവനെ കാണുന്നതേ വെറുപ്പാണ്. ഇപ്പൊ തന്റെ പിന്നാലെ തന്നെയാണ് ആ ശല്യം.
അവന്റെ കാര്യമൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല. എത്രയായാലും സ്വന്തം കൂടപ്പുറപ്പിന്റെ മകനല്ലേ. നീ എന്താ കുട്ടി അവിടുന്ന് സ്വപ്നം കാണുന്നേ? അമ്മയുടെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു കട്ടുറുമ്പ് ആവാണെന്ന് കരുതി. ഓടി കാന്താരി, നിനക്കിപ്പോ കുറച്ച് കൂടുന്നുണ്ടേ. അതും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോയിരുന്നതും അമ്മ അത് പറഞ്ഞ് പതിയെ കപടദേശത്തോടെ തന്നെ ചെവിക്ക് പിടിച്ചു. പിന്നെ അച്ഛനുള്ള മരുന്ന് കൊടുത്ത് ഒടിഞ്ഞ കഞ്ഞിപ്പാത്രവുമായിട്ട് വെളിയിലേക്ക് പോയി. അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ്. ഇരുവർക്കും അതാണ് സന്തോഷം. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ശ്വാസം കൊണ്ട് കുറവുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? എൻ്റെ വൈകക്കുട്ടി, നീ ഒന്ന് നിർത്തി ചോദിക്ക്. ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാൽ എങ്ങനെയാണ്? അച്ഛൻ്റെ പറച്ചിൽ കേട്ടത് ഞാൻ ചുണ്ടു കൂർപ്പിച്ച് നോക്കി. അപ്പോഴേക്കും മുഖം വീർപ്പിച്ചോളും. എനിക്കൊരു കുഴപ്പമില്ല കുട്ടി. നിന്റെ ജോലി പോയില്ലേ? ഞങ്ങളേക്ക് നോക്കാൻ എൻ്റെ കുട്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായി ഇങ്ങനെ കിടക്കുന്നതിന് നല്ലത് അങ്ങ് പോകുന്നതാണ്. കണ്ണിൽ വെള്ളം നിറച്ചുള്ള അച്ഛൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ സങ്കടവും ദേഷ്യവും തോന്നി. ദേ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ നരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടുവേ. പറഞ്ഞൊന്നും വേണ്ട. ഹേയ്, എൻ്റെ പേര് വിളിക്കുന്നോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. പിന്നെ ഇനി ഒന്നൊത്ത് സങ്കടപ്പെടണ്ട. ഇന്നൊരു ടൗണിൽ വെച്ചൊരു ഇന്റർവ്യൂ ഉണ്ട്, കിട്ടുന്നൊരു വിശ്വാസമുണ്ട്. അവൾ പറഞ്ഞതിന് അയാൾ പതിയൊന്നും മൂടി. 10 മണിക്കാണ് ഇന്റർവ്യൂ. ടൗണിലൊരു ഓഫീസിലെ അക്കൗണ്ടിങ് പോസ്റ്റിലേക്കാണ്. ഇവിടുന്ന് ടൗണിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അതുമല്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്നും അരമണിക്കൂർ കൂടുമ്പോഴൊക്കെയാണ് ടൗണിലേക്ക് ബസ്സുള്ളത്. സ്കൂൾ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ബസ്സിലും നല്ല തിരക്കാവും. എന്നാലും കിട്ടിയ ബസ്സിൽ കയറി തൂങ്ങിപ്പിടിച്ച് ടൗണിലെത്തി. ടൗണിൽ നിന്നും ഇന്റർവ്യൂ നടക്കുന്നിടത്തേക്ക് 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. കയ്യിൽ കെട്ടിയ വാച്ചിൽ 10 മണിക്ക് ഒരു 5 മിനിറ്റേ ഉള്ളൂ എന്ന് കണ്ട് വേഗത്തിൽ നടക്കുമ്പോഴാണ് ഒരു 50-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന സ്ത്രീ കയ്യിലൊരു കുഞ്ഞിനെയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്നാണ് ഒരു കാറ് വേഗത്തിൽ ചീറിപ്പാഞ്ഞു വന്ന് അവരെ തട്ടിയിട്ട് പോയത്. പിറകിലേക്ക് വീണ് അവരുടെ കയ്യിൽ നിന്നും നൂർന്നു വീഴാൻ പോയ കുഞ്ഞിനെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓടിച്ചെന്ന് നെഞ്ചോട് അടക്കി പിടിച്ചിരുന്നു. എന്നാലും ശരീരത്തിന്റെ വിറയിൽ മാറിയിട്ടില്ല. നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന ആ കുരുന്നിനെ ഒന്ന് നോക്കി. കഷ്ടിച്ചൊരു 6 മാസം പ്രായം മാത്രമേ ഉണ്ടാകൂ. ഒരു ലൈറ്റ് കളർ പിങ്ക് ടർക്കിയിൽ കുഞ്ഞിനെ പൊതിഞ്ഞിട്ടുണ്ട്. വലതുപുരുകത്തിന്റെ മുകളിലായി കൺമശി കൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ ഒരു പൊട്ടു തൊട്ട് കൊടുത്തിട്ടുണ്ട്. ആള് നടന്നതൊന്നും അറിയാതെ കൈകൾ രണ്ടും ചുരുട്ടി പിടിച്ച് നല്ല ഉറക്കത്തിലാണ്. ഒരു പഞ്ഞിക്കെട്ട് തന്റെ കൈകളിൽ കിടക്കും പോലെയാണ് തോന്നുന്നത്. ആ കുഞ്ഞുമുഖം കാണുന്തോറും ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം വന്ന് മൂടും പോലെ തോന്നി. വാത്സല്യത്തോടെ ആ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചു. പെട്ടെന്നാണ് ആ കുഞ്ഞിന്റെ കൂടെയുള്ള സ്ത്രീയെ ഓർമ്മ വന്നത്. വേഗം അവരുടെ അടുത്തേക്ക് പോയി വീഴ്ചയിൽ ഒരു കല്ലിൽ തട്ടി നെറ്റിപ്പൊട്ടി ബോധം പോയിട്ടുണ്ട്. വേഗം തന്നെ അവിടെ കൂടിയ ആളുകളുടെ സഹായത്തോടെ അവരടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയതും അവരെല്ലാം ഇന്ന് അവരുടെ തലയിലായാലൊന്ന് പേടിയിൽ അവിടുന്ന് പോയിരുന്നു. കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇന്റർവ്യൂക്കാരും ഓർമ്മ വന്നത്. പെട്ടെന്ന് കയ്യിലെ വാച്ചിലേക്ക് നോക്കിയതും മുഖത്ത് നിരാശ തോന്നി. എന്തിനോ കണ്ണുകളിൽ നിന്ന് പെട്ടെന്നാണ് കയ്യിലുള്ള കുഞ്ഞൊന്ന് അനങ്ങിയത്. ആള് ഇതുവരെയും നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. ആള് പുണരാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു. കുഞ്ഞിക്കണ്ണുകൾ ചിമ്മി തുറന്ന് തന്നെ നോക്കിയതും അത്ഭുതം കൊണ്ട് തന്റെ മെഴികൾ വിടർന്നിരുന്നു. പെട്ടെന്നൊരു നേഴ്സ് വന്ന് മരുന്ന് വാങ്ങാനുള്ള ചീട്ട് നീട്ടിയതും വേഗം തന്നെ ഫാർമസിയിലേക്ക് പോയി. മരുന്നിന് അത്യാവശ്യം ക്യാഷ് ആയതും കയ്യിലുള്ളത് തികയാതെ വന്നപ്പോൾ അച്ഛന് മരുന്ന് വാങ്ങാൻ മാറ്റിവെച്ചത് എടുക്കേണ്ടി വന്നു. മരുന്നും വാങ്ങി തിരിച്ചു വന്നപ്പോഴേക്കും അവരെ റൂമിലേക്ക് മാറ്റിയിരുന്നു. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും മെഴികൾ വലിച്ചു തുറന്ന് ആ ഭാഗത്തേക്ക് നോക്കിയ ലക്ഷ്മി കുഞ്ഞിനെയും എടുത്തു വരുന്ന വൈകാശിയെ കാണുന്നതും അത്ഭുതം തോന്നി. ശ്വാസം പോലും എടുക്കാനും മറന്ന് അവരവളെയും കുഞ്ഞിനെയും മാറി മാറി നോക്കി. റൂമിലേക്ക് കയറിയപ്പോൾ കാണുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആ അവരെയാണ്. 50നോട് പ്രായം തോന്നിക്കുന്ന മുഖത്ത് നല്ല ഐശ്വര്യമുള്ളൊരു അമ്മ. സാധാ ഒരു കോട്ടൺ സാരിയാണ് വേഷം. വലത് കൈയിൽ കട്ടിയുള്ള 2 വളകളും കഴുത്തിൽ വലിയൊരു താലിമാല, ഇരുപുരുകങ്ങൾക്കിടയിൽ ഒരു ചുവന്ന പൊട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീമന്തരേഖയിൽ കട്ടിയിൽ സിന്ദൂരം ഇട്ടിട്ടുണ്ട്. നെറ്റിയുടെ ഒരു സൈഡിലായിട്ടുള്ള മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇടത് കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ വേദന ഉണ്ടമ്മേ? അവരെ നോക്കി പുഞ്ചിരിച്ച് അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചതും അവരൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ അമ്മയെന്ന വിളി ലക്ഷ്മിയുടെ ഉള്ളം നിറച്ചു. ഇപ്പൊ കുറവുണ്ട് മോളെ. മോളാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അവളുടെ ചോദ്യത്തിന് അതേന്ന് തലയാട്ടി. എന്താ മോളുടെ പേര്? വൈകാശി. അമ്മയുടെയോ? ഭാഗ്യലക്ഷ്മി. കുഞ്ഞു മോളായി അടുത്തൂല്ലേ? സാധാരണ ആരുടെ അടുത്തേക്കും പോകില്ല. അവളെ നോക്കി ഓരോ ശബ്ദമുണ്ടാക്കി ചിരിച്ചു ചാടുന്ന കുഞ്ഞിനെ നോക്കി പുഞ്ചിരിയോട് ലക്ഷ്മി പറഞ്ഞു. മോളെ, കയ്യിൽ ഫോണുണ്ടോ? ആ ഉണ്ടമ്മേ. വേഗം തന്നെ തോളിലുള്ള ഹാൻഡ് ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ആ അമ്മക്ക് കൊടുത്തതും അവർ ആരുടെയോ നമ്പർ ഡയൽ ചെയ്ത് സംസാരിക്കുന്നത് നോക്കിയിരുന്നപ്പോഴേക്കും കയ്യിലുള്ള കുഞ്ഞ് തന്നെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് കണ്ട് ചിനിങ്ങാൻ തുടങ്ങിയിരുന്നു.
ആ കള്ളക്കരച്ചിൽ കണ്ടപ്പോൾ ചിരി വന്നു. ആ കുഞ്ഞി പൂച്ചക്കണ്ണ് വീർപ്പിച്ചുള്ള നോട്ടം കാണുമ്പോൾ ഇറകെ വാരിക്കൊണ്ടുവരാൻ കൊതി തോന്നിയെങ്കിലും അടക്കി നിർത്തി. മോളെ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ വരും. മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതുവരെ നിൽക്കാൻ പറ്റുമോ? അതിനെന്താമ്മേ, ഞാൻ നിൽക്കാം. അല്ല, ഇത് അമ്മയുടെ കുഞ്ഞാണോ? ഏയ് അല്ല, എൻ്റെ മോൻ്റെ കുഞ്ഞ. അഗ്നിദേവ ആചാര്യ എന്ന പേര്. ഞങ്ങളെല്ലാം അമ്പാടി എന്നാ വിളിക്കുന്നത്. അവർ തന്നെ നെഞ്ചോട് പതുങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു. ആ പിന്നെ മോളെ, എന്നെ കാറ് തട്ടിയ കാര്യം ഹരിയേട്ടൻ വരുമ്പോൾ പറയരുത് കേട്ടോ. അതെന്താ? അതൊന്നും ഉണ്ടായിട്ടല്ല. അല്ലെങ്കിൽ തന്നെ ചെറിയ കാര്യം അത് ടെൻഷൻ അടിക്കാൻ. എനിക്കിവിടെ ടൗണ് വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ വീട്ടിലാക്കി പോരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കൂടെ കൂട്ടി തിരികെ പോകാൻ ഡ്രൈവറെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാ ഇങ്ങനെയൊക്കെ പറ്റിയത്. പിന്നെയും കുറച്ചു നേരം ആ അമ്മയുമായി സംസാരിച്ചിരുന്നു. സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം ആളൊരു പാവാണെന്നും ഒരു സംസാരപ്രിയയാണെന്നും. പലതും പറഞ്ഞുവെങ്കിലും അമ്മയുടെ സംഭാഷണത്തിൽ ഈ കുഞ്ഞിൻ്റെ അമ്മ മാത്രം കടന്നു വന്നില്ലായിരുന്നു. കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും അമ്പാടി കരയാൻ തുടങ്ങിയിരുന്നു. ഒപ്പം കയ്യിലുള്ള വിരൽ വായിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വിശന്നുള്ള കരച്ചിലാണെന്ന്. അമ്മയോട് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് പോയി പാലും വെള്ളം വാങ്ങി കോരി കൊടുത്തതും അത് പരിചിതമായ പോലെ കുഞ്ഞുചക്കൻ ബഹളമൊന്നും വെക്കാതെ മുഴുവൻ കുടിച്ചിരുന്നു. എന്താ ഭാഗി, എന്താ നിനക്ക് പറ്റിയത്? വൈകാശി വെളിയിലേക്ക് പോയതും ആ റൂമിലേക്ക് കയറി വന്ന മധ്യവയസ്കൻ ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന ഭാഗ്യലക്ഷ്മിയെ കണ്ട് അവരുടെ അടുത്ത് വന്നിരുന്ന ആദ്യോട് അവിടെ നെറ്റിയിലേക്കും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കൈയിലേക്കും ഡ്രിപ്പൊക്കെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല ഹരിയേട്ട, ചെറുതായിട്ടൊന്ന് വീണു, അത്രേ ഉള്ളൂ. ദേ, ഈ ഡ്രിപ്പ് തീർന്ന വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഭാഗി, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അല്ല, കുഞ്ഞെവിടെ? മോളെ കയ്യില, ഇപ്പം വരും. അവന് വിശന്നപ്പോൾ കൊണ്ടുപോയതാ. നിനക്ക് തീരെ ബുദ്ധിയില്ലേ ഭാഗി? ആരാ എന്താന്നൊക്കെ അറിയാത്തവരുടെ കയ്യിലാണോ കുഞ്ഞിനെ കൊടുത്തു വിടുന്നത്? അതൊരു പാവം കുട്ടിയാ ഹരിയേട്ട. എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എല്ലാം ആ കുട്ടിയാണ്. ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമെന്ന് പറഞ്ഞ ഹരിയൊന്നും മൂളി. വൈകാശി തിരികെ വന്നപ്പോൾ കാണുന്നത് ലക്ഷ്മി അമ്മയുടെ അടുത്തിരിക്കുന്ന മധ്യവയസ്കനെയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് അമ്മയുടെ ഭർത്താവാണെന്ന് മനസ്സിലായി. ഇതേസമയം വൈകാശിയെ കണ്ട ഹരിയുടെ കണ്ണുകളിൽ അത്ഭുതം മൂറി. അമ്പാടിയുടെ പോലെ തിളക്കമുള്ള അവളുടെ വെള്ളക്കണ്ണുകളിലേക്ക് അയാൾ ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ പെട്ടെന്ന് നോട്ടം മാറ്റി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഹരിയേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. അവളെ കണ്ടത് ലക്ഷ്മി പുഞ്ചിരിയോട് ഹരിയെ നോക്കി പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് മോളെ. എന്തിനാ സാർ നന്ദിയൊക്കെ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിവേ, ഐ ആം ഹരിദേവ് ആചാര്യ. അവൾക്ക് നേരെ വലതുകാരൻ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. വൈകാശി തിരിച്ച് കൈ കൊടുത്തുകൊണ്ട് അവളും പറഞ്ഞു. അച്ചാച്ചൻ്റെ കുഞ്ഞാ. വൈകയുടെ തോളിൽ കിടക്കുന്ന അമ്പാടിയെ നോക്കി ഹരി വിളിച്ചതും കുഞ്ഞിച്ചേക്കൻ തലയുറ്റി ഹരിയെ നോക്കി ചിരിച്ചു. ഹരിയവനെടുക്കാൻ കൈ നീട്ടിയതും കുഞ്ഞ് ആദ്യം പോകാനൊന്നും മടിച്ചെങ്കിലും പിന്നെ ഇളകി ചിരിച്ച് ഹരിയുടെ കൈകളിലേക്ക് ചാടി. കുഞ്ഞ് തൻ്റെ കൈകളിൽ നിന്നും പോയപ്പോൾ വേണ്ടപ്പെട്ടതെന്തോ തന്നിൽ നിന്നും മടത്തു മാറ്റിയൊരു നോവായിരുന്നു. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. വേഗം അവരോട് യാത്രയും പറഞ്ഞിറങ്ങാൻ നേരമാണ് ആ സാറ് വിളിച്ചത്. എന്താ സാർ? അല്ല, ഇത് വെച്ചോളൂ. ഇവളുടെ മരുന്നിനും മറ്റും കുറച്ച് ക്യാഷ് മോൾക്ക് ചെലവായതല്ലേ. പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകൾ എടുത്ത് തന്നെ നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു. അയ്യോ, ഇതൊന്നും വേണ്ട സാർ. അത് പറഞ്ഞാൽ പറ്റില്ല, മോളിത് വാങ്ങണം. ലക്ഷ്മി അമ്മ കൂടി നിർബന്ധിക്കാൻ തുടങ്ങിയതും വണ്ടി ക്യാഷ് ഒരു 100 രൂപ എടുത്ത് ഒരിക്കൽ കൂടി അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കാറ്റ് പോലെ എന്തോന്ന് വന്ന് തന്നെ തട്ടിയിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു.